നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഈശ്വരന് നമ്മൾ സമർപ്പിക്കേണ്ടത് നമ്മുടെ മനസ്സാണ്. മനസ്സിനെ എടുത്ത് സമർപ്പിക്കാനാവില്ല. അതിനാൽ മനസ്സ് എന്തിൽ ബന്ധിച്ചു നിൽക്കുന്നുവോ അത് സമർപ്പിക്കുമ്പോൾ മനസ്സ് സമർപ്പിച്ചതിന് തുല്യമായി. ചിലർക്ക് ഇഷ്ടമുള്ളത് പായസമാണ്. അത് നിവേദ്യമായി അർപ്പിക്കുന്നു. അത് പ്രസാദമായി 10 സാധു കുട്ടികൾക്ക് കിട്ടുമ്പോൾ അങ്ങനെയും ഒരു പ്രയോജനമായി. മനസ്സ് ഏറ്റവും അധികം ബന്ധിച്ചു നിൽക്കുന്നത് സമ്പത്തിനോടാണ്. അതിൽ നിന്നുള്ള മോചനത്തിന് പണം കാണിക്കയായി അർപ്പിക്കുന്നു. മിക്കവരും ക്ഷേത്രത്തിൽ ചെന്ന് പുഷ്പാഞ്ജലി അർപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഹൃദയ പുഷ്പാഞ്ജലിയാണ് ഈശ്വരൻ്റെ മുന്നിൽ അർപ്പിക്കേണ്ടത്. നമ്മുടെ ഹൃദയം തന്നെ ഈശ്വരന് മുന്നിൽ അർപ്പിക്കുമ്പോൾ അതാണ് ശരിയായ ഭക്തി, ശരിയായ സമർപ്പണം. അതിൻ്റെ പ്രതീകമായി പുഷ്പം അർപ്പിക്കുന്നു. പ്രാർത്ഥന ഭക്തിക്ക് വേണ്ടിയായിരിക്കണം. അതിൽ കൂടി മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കൂ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കിമഹർനിശമനുചിന്യം ഭഗവച്ചരണം ന സംസാരഃ ചക്ഷുഷ്മന്തോപ്യന്ധാഃ കേസ്യുർയേ നാസ്തികാ മനുജാഃ. കിമഹർനിശമനുചിന്യം ഭഗവച്ചരണം ന സംസാരഃ ചക്ഷുഷ്മന്തോപ്യന്ധാഃ കേസ്യുർയേ നാസ്തികാ മനുജാഃ. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിൽ രാപ്പകൽ ഭേദമില്ലാതെ ചിന്തിക്കേണ്ടത് എന്താണെന്ന ചോദ്യത്തിന് ഭഗവത് പാദങ്ങളെക്കുറിച്ചുള്ള സ്മരണ എന്നാണ് ആചാര്യൻ്റെ മറുപടി. കണ്ണുണ്ടെങ്കിലും അന്ധന്മാരായവർ ആരാണെന്നാണ് സാധകൻ്റെ അടുത്ത ചോദ്യം. ഈ 2 ചോദ്യത്തെയും വിസ്തരിച്ച് വിവരിക്കുകയാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 32 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. ഒടുവിൽ രാമനേക്കാൾ ശൂരനാര് എന്ന് ചോദിച്ചു.
മറുപടി സ്മരൻ്റെ കാമദേവൻ്റെ ശരങ്ങളേറ്റാലും ആരാണോ വ്യതിചലിക്കാത്തത് അവനാണ് ഏറ്റവും വലിയ ശൂരൻ എന്ന് പറഞ്ഞു. തുടർന്ന് കിമഹർനിശമനുചിന്യം ഭഗവച്ചരണം ന സംസാരഃ ചക്ഷുഷ്മന്തോപ്യന്ധാഃ കേസ്യുർയേ നാസ്തികാമനുജാഃ. കിമഹർനിശമനുചിന്യം ഭഗവച്ചരണം ന സംസാരഃ ചക്ഷുഷ്മന്തോപ്യന്ധാഃ കേസ്യുർയേ നാസ്തികാമനുജാഃ. കിം അഹർനിശം അനുചിന്യം, ഇതാണ് ചോദ്യം. അഹർനിശം രാവും പകലും, അനുചിന്യം ചിന്തിക്കപ്പെടേണ്ടത് കിം എന്താണ്? എല്ലായ്പ്പോഴും, രാവും പകലും എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും, എപ്പോഴെപ്പോഴാണോ നമുക്ക് സന്ദർഭം അപ്പോഴപ്പോഴൊക്കെ, രാപ്പകൽ ഭേദമില്ലാതെ എപ്പോഴും അനുചിന്തനം ചെയ്യപ്പെടേണ്ടത് എന്താണ്? ഇതാണ് ചോദ്യം. മറുപടി ഭഗവച്ചരണം ന സംസാരഃ. ഭഗവച്ചരണത്തെക്കുറിച്ചാണ്, ഭഗവത് പാദങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഭഗവാന്റെ പാദകമലങ്ങൾ, അതാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്. ഇവിടെ ഭഗവച്ചരണം എന്ന് പറഞ്ഞാൽ ശൈവ വൈഷ്ണവാദി ഭേദം കൽപ്പിക്കേണ്ടതില്ല. എന്താണോ അവനവൻ്റെ ഉപാസ്യമായിരിക്കുന്ന ദേവഭാവം, ആ ദേവതയുടെ ചരണങ്ങളെ സദാ ചിന്തിക്കേണ്ടതാണ്. അഥവാ ഈശ്വരനും ഗുരുവും അനന്യമാണ് എന്ന നിലയ്ക്ക് ഗുരുചരണങ്ങളെ സദാ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഭഗവത് ചരണങ്ങൾ, ഗുരുചരണങ്ങൾ സദാ ചിന്തിക്കപ്പെടേണ്ടതാണ്. ന സംസാരഃ, അല്ലാതെ ഈ സംസാരത്തിലെ വിഷയങ്ങളെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. സംസാരത്തിൽ പലവിധങ്ങളായ വിഷയങ്ങൾ, ശബ്ദ സ്പർശ രൂപ രസഗന്ധാത്മകമായിരിക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ആകർഷിച്ച് മഥിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്തോറും അതിൽ ലാലസത വരികയായി, അതിലൊട്ടിച്ചേരുകയായി, അത്ര നമ്മൾ ഈശ്വരനിൽ നിന്ന് അകലുകയായി, അത്ര പുരുഷാർത്ഥത്തിൽ നിന്ന് അകലുകയായി. എന്തിനെക്കുറിച്ചാണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം, ആ ഭാവത്താൽ നമ്മൾ ഭാവിതരായിത്തീരും, അതിൽ സന്ദേഹമില്ല. അതുകൊണ്ടാണ് പറയുന്നത് സദാ എപ്പോഴും അഹർനിശം, രാപ്പകൽ ഭേദമില്ലാതെ എപ്പോഴും അനുചിന്യം, ചിന്തിക്കപ്പെടേണ്ടത് ഭഗവച്ചരണം, ഭഗവച്ചരണമാണ്. വാസ്തവത്തിൽ അതാണ് ഭക്തി. സദാ ഭഗവത് ഭാവത്തെ ചിന്തിക്കുക, ആ ചിന്തയെ വളർത്തുന്ന തരം കർമ്മങ്ങൾ ചെയ്യുക, അത്തരം സാഹചര്യങ്ങളെ സേവിക്കുക, ഭഗവച്ചരണത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന സജ്ജനങ്ങളുമായി സംഘം ചെയ്യുക, അതിനനുസൃതമായി ചിത്തശുദ്ധിയെ വളർത്താനുള്ള സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഇങ്ങനെ ഏത് വിധേനയാണോ ഭഗവച്ചരണത്തിൽ നമ്മുടെ മനസ്സിനെ ഘടിപ്പിക്കാൻ കഴിയുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് വളരെ ശ്രദ്ധേയമാണ്. അടുത്ത ചോദ്യം ചക്ഷുഷ്മന്തഃ അപി. ചക്ഷുഷ്മാൻ എന്ന് പറഞ്ഞാൽ കണ്ണുള്ളവൻ, ചക്ഷുഷ്മന്തഃ കണ്ണുള്ളവർ. അപ്പോൾ കണ്ണുള്ളവരാണെങ്കിലും അന്ധാഹ കേ, കാഴ്ചയില്ലാത്തവരാരാണ്, അന്ധന്മാരാരാണ്? അപ്പോൾ സാധാരണഗതിയിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവരെയാണ് അന്ധന്മാരെന്ന് പറയാറ്. അപ്പോൾ ഇവിടെ പറയുന്നത് കണ്ണുണ്ട്, കണ്ണിന് കാഴ്ചയുമുണ്ട്, പക്ഷേ അന്ധന്മാരാണ്. കണ്ണിന് കാഴ്ചയുണ്ടെങ്കിലും അന്ധന്മാരായവരാരാണ്? ഇതാണ് ചോദ്യം. മറുപടി ഏ സിഹു, യാവരാണോ നാസ്തികാഹ മനുജാഹ, നാസ്തികന്മാരായ മനുഷ്യന്മാർ. നാസ്തികന്മാർ, നാസ്തികന്മാരെന്ന് പറഞ്ഞാൽ ന അസ്തി ഇതി വാദിനഃ, ഇല്ല എന്ന് പറയുന്നവരാണ് നാസ്തികന്മാർ. എന്തില്ല എന്ന് പറയുന്നവർ. ഇപ്പോൾ സാമാന്യമായി ലൗകിക ഭാഷയിൽ ഈശ്വര നിഷേധികളെയാണ് നാസ്തികന്മാരെന്ന് പറയുക. ദാർശനികമായ ഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വേദനിഷേധികളെയാണ് നാസ്തികന്മാരെന്ന് പറയുക. ഒന്നും കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. സാമാന്യ ലൗകിക ഭാഷയിൽ ഈശ്വര നിഷേധികളെ നാസ്തികന്മാരെന്ന് പറയും. ഇനി ദാർശനിക ഭാഷയിൽ നാസ്തികന്മാരെന്ന് പറഞ്ഞാൽ ഈശ്വരനെ നിഷേധിക്കുന്നവരല്ല, മറിച്ച്
വേദത്തിൻ്റെ പരമപ്രാമാണികതയെ സ്വീകരിക്കാത്തവരാണ്, നിഷേധിക്കുന്നവരാണ് നാസ്തികന്മാർ. ഈ നാസ്തികന്മാരെ കുറിച്ചാണ് പറയുന്നത്, അവർ കാഴ്ചശക്തി ഉള്ളവരാണെങ്കിലും അന്ധരാണ്. കണ്ണുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്, പക്ഷേ അന്ധരാണ്. എന്തേ കാരണം? ഇവിടെ നമ്മുടെ മുമ്പിൽ അനാവൃതമായിരിക്കുന്ന അത്ഭുതകരമായ പ്രപഞ്ചം, അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെയുള്ള ഈ പ്രപഞ്ചത്തിലെല്ലാം ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമാണെന്ന് നമ്മൾ കാണുന്നു. അതൊരു ജൈവകോശത്തിൻ്റെ സ്പന്ദനമായാലും ഒരാണവിക കണത്തിൻ്റെ സ്പന്ദനമായാലും എല്ലാം വ്യക്തമായ നിയമത്തിനനുസൃതമായി ചലിക്കപ്പെടുന്നതാണ്. എല്ലാം ഒരു പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് വിധേയമാണ്. ഈ പ്രപഞ്ച വ്യവസ്ഥയ്ക്ക് വിധേയമായി ചലിക്കുന്ന നിലകൊള്ളുന്ന പ്രപഞ്ചത്തെ, അഥവാ ചേരുംപടി ചേർത്ത് കോർത്ത് നിർത്തപ്പെടുന്ന പ്രപഞ്ചത്തെ കണ്ടിട്ടും അതിന് പിന്നിലുള്ള ഈശ്വരീയമായ മഹാശക്തിയെ തിരിച്ചറിയുന്നില്ലെങ്കിൽ അവരന്ധര് തന്നെയാണ്. ശാസ്ത്രത്തിൽ, സാങ്കേതിക വിദ്യയിൽ എത്ര നമ്മൾ മികച്ച് മുന്നോട്ട് പോകുന്നുണ്ടോ അത്രയും അത്ഭുതകരമായ പ്രപഞ്ച വ്യവസ്ഥയുടെ ആ മഹിമ നമ്മൾ തിരിച്ചറിയുക ചെയ്യാം. അപ്പോൾ മനുഷ്യജന്മം കിട്ടിയിട്ടും കണ്ണുണ്ടായിട്ടും ഇതൊക്കെ കണ്ടിട്ടും ആ ഈശ്വര മഹിമയെ അറിയാത്തവർ അന്ധന്മാരാണ്. ഇനി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നമുക്ക് മനുഷ്യജീവിതം ലഭിച്ചു, ഇനി ഇതിനെ ശരിയായ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഉയർത്തണം, അതിന് ശരിയായ മാർഗത്തിലൂടെ ചരിക്കണം. ലക്ഷ്യമാർഗങ്ങളെ ബോധിപ്പിക്കുന്നത് വേദമാണ്. എന്നിട്ടും വേദത്തെ അംഗീകരിക്കാതെ, വേദത്തിൻ്റെ പ്രാമാണികതയെ സ്വീകരിക്കാതെ കഴിയുന്നവർ അന്ധന്മാരാണ്. രണ്ട് രീതിയിലും ഈ പ്രയോഗത്തിന് അർത്ഥം മനസ്സിലാക്കാം. ഏതായാലും കണ്ണുണ്ടെങ്കിലും അന്ധരാര്? ചോദ്യം മറുപടി നാസ്തികന്മാരാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഇനി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.